മോഹൻലാലിന്റെ ഏറ്റവും മികച്ച കഥാപാത്രം ഏതാണെന്ന് ചോദിച്ചാൽ ഒരുപാട് കഥാപാത്രങ്ങളുടെ പേര് പറയാനുണ്ടാവും. കിരീടത്തിലെ സേതുമാധവനും, സ്ഫടികത്തിലെ ആടുതോമയും, ദേവാസുരത്തിലെ നീലകണ്ഠൻ തുടങ്ങി ആ പേരുകൾ വിരലിലെണ്ണാൻ പറ്റാത്തതാണ്. ഒരുപാട് മികച്ച മലയാള സിനിമകളിൽ മികച്ച കഥാപാത്രങ്ങളെ അദ്ദേഹം അവതരിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ മോഹൻലാലിന്റെ ഏറ്റവും മികച്ച കഥാപാത്രം ഏതാണെന്ന് ചോദിച്ചാൽ അതിലെപ്പോഴും മുന്നിൽ വരുന്ന ഒരു പേരുണ്ട്. ആ സിനിമയും ആ കഥാപാത്രവും പ്രേക്ഷകർ മാത്രമല്ല വിമർശകരും മോഹൻലാലിന്റെ കരിയറിലെ ഏറ്റവും മികച്ച കഥാപാത്രങ്ങളിൽ ഒന്നായിട്ടാണ് കാണുന്നത്. എന്നാൽ അത് ഒരു മലയാള സിനിമയല്ല എന്നുള്ളതാണ് വാസ്തവം. 1997 ഇറങ്ങിയ ഇരുവർ എന്ന മണിരത്നം സിനിമയാണ് മോഹൻലാലിന്റെ ഏറ്റവും മികച്ച അഭിനയ മുഹൂർത്തങ്ങൾ കൊണ്ട് സമ്പന്നമായ സിനിമ. എന്നാൽ തന്റെ കരിയറിലെ ഏറ്റവും മികച്ച കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടും ഏറ്റവും മികച്ച അഭിനയം കാഴ്ചവെച്ചിട്ട് പോലും മോഹൻലാലിന് ആ സിനിമയിൽ ഒരു അവാർഡ് പോലും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു വിരോധാഭാസം. ആ വർഷത്തെ ഏറ്റവും മികച്ച നടനുള്ള നാഷണൽ അവാർഡ് വന്നത് നമ്മുടെ മലയാളത്തിലേക്കാണ്. 2 പേരാണ് ആ വർഷം ഏറ്റവും മികച്ച നടനുള്ള നാഷണൽ അവാർഡ് മലയാളത്തിൽ പങ്കിട്ടത്. കളിയാട്ടം എന്ന സിനിമയിലൂടെ സുരേഷ് ഗോപിയും സമാന്തരങ്ങൾ എന്ന സിനിമയിലൂടെ ബാലചന്ദ്ര മേനോനുമാണ് ഏറ്റവും മികച്ച നടന്മാർക്കുള്ള അവാർഡ് പങ്കുവച്ചത്. എന്തുകൊണ്ടായിരിക്കാം മോഹൻലാലിന് ആ പ്രാവശ്യം തികച്ചും അർഹമായ ഒരു സ്റ്റേറ്റ് അവാർഡും നാഷണൽ അവാർഡും നഷ്ടപ്പെട്ടത്? പലപ്പോഴും അവാർഡുകളെ പറ്റി ഒരുപാട് ആരോപണങ്ങൾ ഉണ്ടാവാറുണ്ട്. പലതും ആരോപണങ്ങൾ മാത്രമായിരിക്കുമ്പോൾ ചിലതിലെല്ലാം ചില കഴമ്പുണ്ടാവും. മോഹൻലാലിന് നഷ്ടപ്പെട്ട ആ അവാർഡിന്റെ പിന്നിലെ അറിയാ കഥകളിലേക്കാണ് ഈ പ്രാവശ്യം സിനിമാ കമ്പം പോകുന്നത്. ഹലോ, ഞാൻ PC ശശികുമാർ. എല്ലാവർക്കും സിനിമാ കമ്പം ചാനലിലേക്ക് സ്വാഗതം. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു. ഇരുവർ എന്ന സിനിമ മണിരത്നം ചെയ്യാൻ തീരുമാനിച്ചത് 1995 എന്നാൽ ഇരുവർ എന്നായിരുന്നില്ല അപ്പോൾ അതിന്റെ പേര്. ആനന്ദം എന്നായിരുന്നു പേര്. തമിഴ്നാട് മുഖ്യമന്ത്രിയായിരുന്ന തമിഴ് സിനിമയുടെ മുടിചൂടാ മന്നനായ മക്കൾ തിലകം MGRന്റെ ബയോപിക് ആയിരുന്നു ആനന്ദം എന്ന സിനിമ. അക്കാലത്ത് തമിഴ്നാട് ഭരിച്ചിരുന്നതാവട്ടെ ജയലളിതയും. അവരുടെ അനുഗ്രഹാശിസ്സുകളോടെ ഇതിന്റെ പൂർണ്ണ തിരക്കഥയെല്ലാം തയ്യാറാക്കി ഷൂട്ടിംഗ് ആരംഭിച്ചു. എന്നാൽ ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നതിനിടയിലാണ് തമിഴ്നാട് സ്റ്റേറ്റ് ഇലക്ഷൻ വന്നത്. ആ പ്രാവശ്യം ഇലക്ഷനിൽ ജയലളിതയുടെ DMK പരാജയപ്പെടുകയും DMK അധികാരത്തിലേൽക്കുകയും ചെയ്തു. അങ്ങനെ കരുണാനിധി തമിഴ്നാടിന്റെ പുതിയ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. അതോടുകൂടി മണിരത്നത്തിന്റെ ആ സിനിമയുടെ ഷൂട്ടിങ്ങിൽ പല തടസ്സങ്ങളും വരാൻ തുടങ്ങി. ഇങ്ങനെ MGRന്റെ കഥ സിനിമയാക്കുന്നു എന്നറിഞ്ഞ കരുണാനിധി തീർച്ചയായും MGR നായകനായുള്ള സിനിമയിൽ തനിക്കൊരു സ്ഥാനമുണ്ടാകുമെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. എന്നാൽ തന്റെ സ്ഥാനം MGRന് താഴെയാവുമ്പോൾ അത് തന്റെ ഇമേജിനെ ബാധിക്കുമെന്ന് കരുണാനിധി മനസ്സിലാക്കി. അതുകൊണ്ട് തന്നെ സ്ക്രിപ്റ്റ് ആവശ്യപ്പെട്ട കരുണാനിധി ആ സ്ക്രിപ്റ്റിൽ സമൂലമായ മാറ്റങ്ങൾ വരുത്താൻ വേണ്ടി ആവശ്യപ്പെട്ടു. അതുവരെ MGRന്റെ ബയോപിക്കായിരുന്ന ആ സിനിമ അതോടുകൂടി കരുണാനിധിയുടെ ക്യാരക്ടറിനും തുല്യ പ്രാധാന്യം കൊടുക്കേണ്ട അവസ്ഥയിലേക്ക് വന്നു. മാത്രമല്ല, ആനന്ദം എന്ന സിനിമയുടെ പേര് പോലും മാറ്റാൻ മണിരത്നം നിർബന്ധിതനായി. അങ്ങനെയാണ് ഇരുവർ എന്ന പേരിൽ ആ സിനിമ പുറത്തു വന്നത്. ഒരുപാട് മാറ്റങ്ങൾ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടായ സമ്മർദ്ദം മൂലം മണിരത്നത്തിന് തന്റെ സ്ക്രിപ്റ്റിൽ വരുത്തേണ്ടി വന്നു. ഐശ്വര്യ റായ് അവതരിപ്പിക്കുന്ന കഥാപാത്രം ജയലളിതയോട് സാമ്യതയുള്ളതായിരുന്നു. MGRന്റെ മരണശേഷം അവസാനം ജയലളിത തമിഴ്നാട്ടിൽ ശക്തി പ്രാപിക്കുന്നതും അധികാരത്തിലെത്തുന്നതുമൊക്കെയായിരുന്നു സ്ക്രിപ്റ്റിൽ ഉൾപ്പെടുത്തിയിരുന്നത്. എന്നാൽ പുതിയ സ്ക്രിപ്റ്റിൽ സംവിധായകന് ആ ക്യാരക്ടറിനെ അപ്രതീക്ഷിതമായി പകുതി വഴിയിൽ വെച്ച് കൊല്ലേണ്ടി വന്നു. അങ്ങനെ ഒരുപാട് വെട്ടും തിരുത്തലോടും കൂടിയാണ് ഈ സിനിമ പുറത്തിറങ്ങിയത്. അതിൽ ആനന്ദമായി മോഹൻലാലും കരുണാനിധിയുടെ ക്യാരക്ടറായ തമിഴ് സെൽവനായി പ്രകാശ് രാജും മികച്ച അഭിനയം കാഴ്ചവെച്ചു. പ്രശ്നങ്ങൾ അവിടെ വെച്ചും അവസാനിച്ചില്ല. 1996 ഡിസംബർ 31 ഈ ഫിലിം പൂർത്തിയായി സർട്ടിഫിക്കേഷന് വേണ്ടി ജൂറി ഓഫ് സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷന്റെ മുന്നിൽ വന്നപ്പോൾ അവർ ആദ്യം ഇതിന്റെ പ്രദർശനാനുമതി നിഷേധിക്കുകയാണ് ചെയ്തത്. അതിലെ പല രംഗങ്ങളും കഥയുമെല്ലാം ജീവിച്ചിരിക്കുന്നവരുമായി ബന്ധമുണ്ടെന്നും അത് വ്യക്തിപരമായും സാമൂഹികമായും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നുമാണ് അന്ന് അവർ പറഞ്ഞത്. അതുകൊണ്ട്
പല രംഗങ്ങളും ഡിലീറ്റ് ചെയ്യാനോ മ്യൂട്ട് ചെയ്യാനോ അവർ ആവശ്യപ്പെട്ടു. പിന്നീട് ജൂറിക്ക് മുമ്പാകെ തൊട്ടടുത്ത ദിവസം 97 ജനുവരി 2-ാം തീയതി വീണ്ടും പല രംഗങ്ങളും മ്യൂട്ട് ചെയ്തും ഡിലീറ്റ് ചെയ്തും പ്രദർശിപ്പിച്ചതിന് ശേഷമാണ് ഇതിന് പ്രദർശനാനുമതി ലഭിച്ചത്. എന്നാൽ ബോക്സ് ഓഫീസിൽ ഈ സിനിമ വലിയൊരു ഹിറ്റൊന്നും ആയിരുന്നില്ല. ഒരു ബയോപിക് ഒരു മികച്ച രീതിയിൽ മണിരത്നം ചിത്രീകരിച്ചിട്ട് പോലും ഈ സിനിമ വേണ്ടത്ര പ്രേക്ഷക ശ്രദ്ധ നേടുന്നതിൽ പരാജയപ്പെടുകയാണ് ചെയ്തത്. എന്നാൽ അപ്പോഴും മോഹൻലാൽ അവതരിപ്പിച്ച ആനന്ദം പ്രേക്ഷകരുടെ മാത്രമല്ല വിമർശകരുടെയും പ്രശംസ നേടിയിരുന്നു. ആ കഥാപാത്രത്തിന്റെ സൂക്ഷ്മ ഭാവചലനങ്ങളെയെല്ലാം മോഹൻലാൽ തന്റെ അഭിനയ ശരീരത്തിലേക്ക് ആവാഹിച്ചുകൊണ്ട് വളരെ മനോഹരമായാണ് അവതരിപ്പിച്ചത്. തീർച്ചയായും ആ വർഷത്തെ നാഷണൽ അവാർഡ് തന്നെ ആ കഥാപാത്രത്തിന് കിട്ടുമെന്ന് ചിന്തിച്ചിരിക്കുന്നിടത്താണ് യാതൊരു ദാക്ഷിണ്യവുമില്ലാതെ ഈ കഥാപാത്രത്തെയും മോഹൻലാലിനെയും നാഷണൽ അവാർഡിൽ നിന്നും പുറന്തള്ളിയത്. പിന്നീട് അതിന്റെ പിന്നിലുള്ള രാഷ്ട്രീയപരമായ പിന്നാമ്പുറ കഥകൾ അങ്ങാടിപ്പാട്ടാവുകയും ചെയ്തു. മോഹൻലാലിന് അവാർഡ് കൊടുക്കുമ്പോൾ അവിടെ അംഗീകരിക്കപ്പെടുന്നത് മോഹൻലാലിന്റെ കഥാപാത്രമായ ആനന്ദം കൂടിയാണെന്ന് ആ സമയത്തെ മുഖ്യമന്ത്രിയായ കരുണാനിധിക്ക് കൃത്യമായി അറിയാമായിരുന്നു. ഇരുവർ എന്ന സിനിമ പറഞ്ഞത് കരുണാനിധിയും MGR തമ്മിലുള്ള ആഴത്തിലുള്ള സൗഹാർദ്ദത്തിന്റെ കഥയാണെങ്കിലും ജീവിതത്തിൽ അവർ സൗഹാർദ്ദത്തിനുമുപരി ഒരിക്കലും കോംപ്രമൈസ് ചെയ്യാത്ത എതിരാളികൾ തന്നെയായിരുന്നു. തന്റെ മുകളിൽ MGR വരുന്നത് ഒരിക്കലും ഇഷ്ടപ്പെടാത്ത കരുണാനിധി MGRനെ പുകഴ്ത്തുന്ന ഒരു സിനിമയെയും അംഗീകരിക്കുകയുമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ആ കഥാപാത്രത്തെ അഭിനയിച്ച നടന് അയാൾ എത്ര മികച്ച അഭിനയം കാഴ്ചവെച്ചാൽ പോലും താനും കൂടി ഭാഗമായ ഒരു ഗവൺമെന്റ് അവാർഡ് കൊടുക്കുന്നതിനെ അദ്ദേഹം എതിർത്തിരിക്കും. അതുകൊണ്ടായിരിക്കാം മോഹൻലാലിന് തീർച്ചയായും ലഭിക്കേണ്ടിയിരുന്ന മികച്ച നടനുള്ള മറ്റൊരു ദേശീയ അവാർഡ് നഷ്ടപ്പെടാൻ കാരണം. മോഹൻലാലിന് ലഭിച്ചില്ലെങ്കിലും അദ്ദേഹത്തിന്റെ സഹ അഭിനേതാവായ കരുണാനിധിയായി അഭിനയിച്ച പ്രകാശ് രാജിന് മികച്ച സഹനടനുള്ള ദേശീയ അവാർഡ് കിട്ടുകയും ചെയ്തു. തീർച്ചയായും അദ്ദേഹം അത് അർഹിക്കുന്നതുമാണ്. മോഹൻലാലിന് അവാർഡ് ലഭിക്കാതിരിക്കാൻ മറ്റൊരു കാരണമായി അന്ന് പറഞ്ഞത് തൊട്ടു മുമ്പത്തെ വർഷം ഏറ്റവും മികച്ച നടനുള്ള അവാർഡ് കൊടുത്തത് കമൽഹാസനായിരുന്നു. അങ്ങനെ 2 വർഷം തുടർച്ചയായിട്ട് ഒരു തമിഴ് സിനിമയിലേക്ക് മികച്ച നടനുള്ള അവാർഡ് പോകുന്നത് ഒരു ഔചിത്യക്കുറവായിരിക്കും ഒരു കാരണമായി ഉപയോഗിച്ചു എന്നാണ് പിന്നീട് പറഞ്ഞു കേട്ടത്. എന്തായാലും ഈ സിനിമയ്ക്ക് ഇന്ത്യയിൽ വലിയ അംഗീകാരമൊന്നും കിട്ടിയില്ലെങ്കിലും വിദേശ ചലച്ചിത്രമേളയിൽ ഒരുപാട് പ്രശംസിക്കപ്പെട്ട ഒരു സിനിമയായി ഇരുവർ മാറി. പ്രശസ്തമായ ടൊറന്റോ ഇന്റർനാഷണൽ ഫെസ്റ്റിവലിൽ മാസ്റ്റേഴ്സ് സെക്ഷനിൽ ഈ സിനിമ പ്രദർശിപ്പിക്കപ്പെട്ടു. ബെൽഗ്രേഡ് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ ഇൻ ദി ഫെസ്റ്റിവൽ ഓഫ് ഓച്ചർ ഫിലിം എന്ന കാറ്റഗറിയിൽ ബെസ്റ്റ് ഫിലിമായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടു. എന്നാൽ ഇതിന്റെ മറ്റൊരു രസകരമായ സംഗതി എന്നത് ജയലളിതയും കരുണാനിധിയും രണ്ടുപേരും തന്നെ ഈ സിനിമയെ തള്ളിപ്പറയുകയാണ് ചെയ്തത്. ഈ സിനിമ തങ്ങളുടെ ജീവിതമേ അല്ല എന്നാണ് അവർ പറഞ്ഞത്. ജീവിതത്തിൽ ഒരിക്കലും ഒരുമിക്കാൻ കഴിയാത്ത ഒരേ അഭിപ്രായമില്ലാത്ത ആ 2 എതിരാളികൾ അങ്ങനെ ഈ സിനിമയുടെ കാര്യത്തിലെങ്കിലും ഒരേ അഭിപ്രായം പറഞ്ഞു. എന്നാൽ ഒരു സിനിമയെ കാലം നിലനിർത്തുന്നത് ലഭിച്ച അംഗീകാരത്തിന്റെയോ നേടിയ ബോക്സ് ഓഫീസ് വിജയത്തിന്റെ പേരിലൊന്നുമല്ല. അതിനൊക്കെ അപ്പുറം അത് പ്രേക്ഷകന്റെ മനസ്സിൽ ഹൃദയത്തിൽ തങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ ആ സിനിമ എല്ലാ കാലത്തും നിലനിൽക്കുക തന്നെ ചെയ്യും. വർഷങ്ങൾ ഇത്ര കഴിഞ്ഞും ഇന്നും ഇരുവർ പ്രേക്ഷകരുടെ മനസ്സിൽ നിലനിൽക്കുന്നത് മണിരത്നത്തിന്റെ സംവിധാന മികവിലും മോഹൻലാലിന്റെ അവിസ്മരണീയമായ അഭിനയ തികവിലും കൂടിയാണ്. അതുകൊണ്ട് തന്നെ മോഹൻലാലിനും മണിരത്നത്തിനും അഭിമാനിക്കാം ഒരു മികച്ച സിനിമയുടെ ഭാഗമായതിന്റെ പേരിൽ. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, വീഡിയോ കൂടുതൽ പേരിലേക്ക് ഷെയർ ചെയ്യുക. ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും സിനിമാ കമ്പത്തിന്റെ നമസ്കാരം.